ഈ സെസ് ആൻഡ് സർചാർജ് എന്നുള്ള കാര്യത്തിൽ പിന്നെ ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഏതാണ്ട് ഒരേപോലത്തെ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം സെസ്സും സർചാർജും കൂടെ ചേർന്നാൽ മാത്രമേ നമുക്ക് ആ ഡെവല്യൂഷൻ കറക്റ്റ് ആവുള്ളൂ. അതുപോലെ തർക്കിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ പലരും പറഞ്ഞൊരു പോയിന്റിൽ ഈ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുക്കണം. ശരി, അവർ പെട്ടെന്ന് തോന്നും, അങ്ങനെ തോന്നും. പക്ഷേ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ആ സംസ്ഥാന ഗവൺമെൻറ്റുകളെ സ്ട്രെങ്തൻ ചെയ്യണം. അത് യു പി ആയാലും ഇപ്പോൾ ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ ST വിഭാഗം ഉള്ള ഇന്ത്യയിലെ ടോട്ടൽ ST പോപ്പുലേഷൻ്റെ ഗണ്യമായ വിഭാഗമുള്ളത് ഗുജറാത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ആർഗ്യൂ ചെയ്യുന്നത് ഇന്ത്യ ആകെ കാണണം. ഇന്ത്യ വളരണമെങ്കിൽ സംസ്ഥാനങ്ങൾ ശക്തമാവണം. ആ സംസ്ഥാനങ്ങളുടെ നല്ല പ്രവർത്തനം കൊണ്ട് മാത്രമേ ഇന്ത്യ വളരുള്ളൂ, അവരുടെ ഇൻകം വർദ്ധിക്കുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റ് വർദ്ധിക്കുള്ളൂ. അതേപോലെ തന്നെ ഞാൻ ഈ മെമ്മറാണ്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ CPMൻ്റെ മെമ്മറാണ്ടം നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ പ്രതിനിധികൾ ഔദ്യോഗികമായിട്ടില്ല. അവർ പറഞ്ഞിട്ടുള്ള ഈ ഫോർമുല തന്നെയാണ് ഗവൺമെൻറ്റും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഡീസെൻട്രലൈസേഷന് വേണ്ടിയിട്ടുള്ള ഇൻഡെക്സ് അത് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഊന്നുകയാണ്. ഇപ്പോൾ സാറ് ചെയർമാനായിരുന്ന ആളാണ് ആ കമ്മീഷൻ്റെ, നമ്മുടെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ. എത്ര കൊടുക്കുന്നു എന്നതിനനുസരിച്ച് കൊടുക്കണം. പക്ഷേ ഒരു വിമർശനം ഇന്നത്തെ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്, അത് ഞാൻ സാറിന് ഇരുത്തിക്കൊണ്ട് തന്നെ പറയുന്നത് ഏറ്റവും കറക്റ്റായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു പ്ലാനിൻ്റെ ഇത്ര % എന്നല്ല പറയേണ്ടത്, ടാക്സ് ഓൺ റവന്യൂ എന്നല്ലേ സാറ് കൊടുത്ത കമ്മീഷൻ റിപ്പോർട്ട്. അപ്പോൾ ടാക്സ് ഓൺ റവന്യൂ, നമ്മുടെ ഓൺ റവന്യൂവിൻ്റെ എത്ര % എന്നാണ് പ്ലാൻ പറയേണ്ടത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇന്നിപ്പോൾ കേരളത്തിലെ സ്ഥിതി എന്താ? നമ്മളെല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര ഡീസെൻട്രലൈസേഷനാണ്. 30,000 കോടി എന്ന തുക അവിടെ നിൽക്കുകയാണ് കഴിഞ്ഞ 6-7 കൊല്ലമായിട്ട്. മാത്രമല്ല അത് 20,000 കുറഞ്ഞു.